Hi guys, welcome back to Car Garage. Car Garage 2022 ചെയ്യുന്ന ലാസ്റ്റ് വീഡിയോ എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ 2022 നമ്മൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം. അതേപോലെ തന്നെ 2022 ഇങ്ങനെ 2023 നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2022 തുടക്കം മുതൽ അവസാനം വരെ ഏകദേശം ഒരു 103 വീഡിയോ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. 103 വീഡിയോ വ്ളോഗും അതേപോലെ തന്നെ വണ്ടികളുടെ ഡെലിവറിയും കാര്യങ്ങളായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഗ്യാരേജിൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 103 വീഡിയോ, അതേപോലെ തന്നെ ഒരുപാട് വാഹനങ്ങൾ നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങളും ചെയ്തും അതേപോലെ തന്നെ കൺവെർഷൻ കാര്യങ്ങളൊക്കെ ചെയ്തും ആക്സിഡൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തും അതേപോലെ ടച്ചപ്പ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടികൾ ഡെലിവറി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വണ്ടികളുടെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ എടുക്കാനായിട്ട് സാധിച്ചിട്ടുമില്ല. എന്നാലും ഈ ഒരു വർഷം 2022 എന്ന് പറയുന്ന വർഷം നമ്മൾ 103 വീഡിയോ ചെയ്തു. അതിൽ ഒരുപാട് വീഡിയോയ്ക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും വന്നു. ഒരുപാട് വീഡിയോസ് നെഗറ്റീവായിട്ടുള്ള കമൻസും കാര്യങ്ങളും നോർമലായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ കൂടുതലായിട്ടല്ല. ഒരുപാട് വാഹനങ്ങൾ നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് വാഹനങ്ങളൊക്കെ ചെറിയ ചെറിയ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡാഷ്ബോർഡ് പെയിൻറ്റിങ് കാര്യങ്ങളിലൊക്കെ വന്നാണ് ചെറിയ ചെറിയ ഫാൾട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതല്ലാണ്ട് ഇപ്പോൾ മേജറായിട്ടുള്ള കംപ്ലയിൻസും കാര്യങ്ങളൊന്നും അങ്ങനെ വന്നിരുന്നില്ല. 2 വണ്ടി വന്നത് നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേറെ മേജറായിട്ട് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ സ്മൂത്തായിട്ട് തന്നെ ഒരുപാട് വാഹനങ്ങൾ നമ്മൾക്ക് നല്ല രീതിയിൽ പെയിൻറ്റിങ് കാര്യങ്ങളും കൺവെർഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് ഡെലിവറി ചെയ്യാനായിട്ട് നമ്മൾക്ക് ഈ ഒരു വർഷം സാധിച്ചു എന്ന് തന്നെ പറയാം. ഏകദേശം എങ്ങനെ വന്നാലും നമ്മൾക്കൊരു 1500 വാഹനങ്ങളുടെ അടുത്ത് നമ്മളെങ്ങനെ വന്നാലും ചെയ്തിട്ടുണ്ടാവും. കൺവെർഷൻ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു വർഷം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ 2023 വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഒരുപാട് അപ്ഡേറ്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് അപ്ഡേഷൻ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചെയ്ത കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നമ്മൾ ഈ ഒരു വർഷം തുടങ്ങി ഈ ഒരു വർഷത്തിന് നമ്മൾ തുടക്കത്തിൽ നമ്മൾ വീട്ടിലേക്കിട്ട് പെയിൻറ്റിങ് ആയിരുന്നു. നമ്മൾ ഓൾറെഡി കരുപ്പടനയിലൊരു ഗ്യാരേജ് ഉണ്ടായിരുന്നു. ആ ഗ്യാരേജും പ്ലസ് നമ്മൾ അനിയൻ വീട്ടിലേക്ക് ഇട്ടിട്ട് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ തുടക്കത്തിൽ അതേപോലെ ആയിരുന്നു. കരുപ്പടന ഒരുപാട് വാഹനങ്ങൾ ഏകദേശം ഒരു 12 വർക്കേഴ്സും കരുപ്പടന ഉണ്ടായിരുന്നു. അപ്പോൾ കരുപ്പടന ഗ്യാരേജ് വീട്ടിലും ഒരു ചെറിയ സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ഗ്യാരേജ് മാരിയൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ 2022 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ചായപ്പോൾ ഏകദേശം ഒരു ഏപ്രിൽ മാസമൊക്കെ ആയപ്പോൾ നമ്മൾ പുതിയൊരു ഗ്യാരേജ് എന്തായാലും തുടങ്ങണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മൾ പുത്തഞ്ചിറയിൽ പുതിയൊരു ഗ്യാരേജ് നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ അത് ഇപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് വാഹനങ്ങൾ അവിടെ നിന്ന് നമ്മൾ ഡെലിവറി കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾക്ക് യൂട്യൂബിൻ്റെ 1,00,000 സബ്സ്ക്രൈബറായിട്ടുള്ള പ്ലേ ബട്ടൺ കാര്യങ്ങളെല്ലാം കിട്ടി. അപ്പോൾ 1,00,000 സബ്സ്ക്രൈബർ എന്ന് പറയുമ്പോൾ അതും ഈ വർഷത്തെ ഒരു സന്തോഷം തന്നെയായിരുന്നു. അങ്ങനെ പ്ലേ ബട്ടൺ കാര്യങ്ങളെല്ലാം കിട്ടി. അത് കഴിഞ്ഞ് ഏകദേശം തുടക്കത്തിൽ തന്നെ ഈ ഒരു കഴിഞ്ഞ വർഷമാണ് നമ്മളൊരു വീടിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീട് നമുക്ക് തീരും കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷം നടത്താൻ സാധിച്ചു. അങ്ങനെ ഒരു വീട് വാങ്ങാനായിട്ട് സാധിച്ചു. പിന്നെ നമ്മൾ പുതിയ ഗ്യാരേജ് സ്റ്റാർട്ട് ചെയ്ത് അവിടെയും വണ്ടികൾ, അതേപോലെ തന്നെ നമ്മുടെ കരുപ്പടന ഗ്യാരേജിലും വണ്ടികളൊക്കെ ആയിട്ട് ഒരുപാട് വാഹനങ്ങൾ നമ്മൾക്ക് ചെയ്ത് കൊടുക്കാൻ സാധിച്ചു. ഇരിഞ്ഞാലക്കുട ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു. പക്ഷേ സ്റ്റാർട്ടിങ് ചെയ്തു, ഷോപ്പൊക്കെ സെറ്റ് ചെയ്തു. പക്ഷേ ആ ഒരു റണ്ണിങ് ചെയ്യാനുള്ള കണ്ടീഷൻ ഇപ്പോഴും ആയിട്ടില്ല. ആ ഒരു വർക്ക് ആ ഒരു സെക്ഷൻ അവിടെ പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് ഈ ഒരു വർഷത്തെ. പിന്നെ നമ്മൾ വീടിൻ്റെ ഇനോഗ്രേഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു മാസമായിരുന്നു. അപ്പോൾ 1.5 മാസത്തോളം ഞാൻ ഗ്യാരേജിൽ നിന്ന് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീട്ടിലിരുന്നിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ ഹൗസ് ഫാമിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നല്ല രീതിയിൽ അതൊക്കെ അവസാനിച്ചു. അങ്ങനെ ആ ഒരു എന്നിട്ട് വീടെന്നുള്ള സ്വപ്നം ഈ ഒരു വർഷം, സ്വന്തം വീടെന്നുള്ളൊരു ഞാൻ വാങ്ങിയ വീടെന്നുള്ള സ്വപ്നം ഈ ഒരു വർഷം നമ്മൾക്ക് നടത്താനായിട്ട് സാധിച്ചു 2022. പിന്നെ കുറച്ച് എന്നിട്ട് പറയാം ഒരുപാട് വണ്ടികൾ
ഒരുപാട് വണ്ടികളെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് വാഹനങ്ങളൊക്കെ നമ്മൾക്ക് പ്രോമിസ്ഡ് ടൈമിൽ നമ്മൾക്ക് ഡെലിവറി ചെയ്യാനായിട്ട് സാധിച്ചില്ല. കുറേ വാഹനങ്ങൾ നമ്മൾക്ക് ടൈമിൽ തന്നെ നമ്മൾക്ക് ഡെലിവറി ചെയ്യാനും സാധിച്ചു. കുറച്ച് വാഹനങ്ങളിൽ ഇപ്പോൾ ചില വർക്കുകളൊക്കെ നമ്മൾ പറയണ സമയം വെച്ച് നോക്കി വർക്ക് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ വണ്ടികളൊക്കെ അയച്ചൊക്കെ നോക്കുമ്പോൾ ആയിരിക്കും ഉള്ളിൽ റസ്റ്റ് ഇഷ്യൂ അല്ലെങ്കിൽ ഒരുപാട് പാച്ച് വർക്ക് ഉണ്ട്, ഡെന്നി വർക്ക് ഉണ്ട് എന്നൊക്കെയുള്ള കണ്ടതിന് ശേഷം, പുട്ടി കയറിയിട്ടുണ്ടെന്നൊക്കെ കണ്ടതിന് ശേഷം വർക്ക് ഒരുപാട് ഡിലേ വന്നിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2022 തുടക്കത്തിൽ നമ്മളൊരു സ്കോർപിയോ കൺവേർഷന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 9 മാസത്തോളം നമ്മളുടെ ഗ്യാരേജിൽ കിടക്കുന്നുണ്ടായി. ആ ഒരു വണ്ടി മാത്രമാണ് നമ്മൾക്ക് അത്ര ടൈമിൽ കിടന്നത്. പക്ഷേ ആ വണ്ടി നമ്മൾക്ക് ഫുള്ളായിട്ട് തന്നെ പൂർത്തീകരിച്ച് ഡെലിവറി ചെയ്യാനും സാധിച്ചു കേട്ടോ. കൺവേർഷനാണ് കേട്ടോ, പെയിൻറ്റിങ് അല്ല. ഫുള്ളായിട്ട് ഡാഷ്ബോർഡും ഇൻറ്റീരിയലും ഔട്ടർ ബോഡിയും കൺവേർഷൻ ചെയ്ത് ഫുള്ളായിട്ട് തന്നെ തീർത്തു കൊടുത്തു. അത് പാർട്സിൻ്റെ ലഭ്യത കുറവായിരുന്നു, അത് കസ്റ്റമർക്ക് അറിയായിരുന്നു. അപ്പോൾ കസ്റ്റമർ അത് കാരണം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 3 മാസം ഡിലേക്ക് വന്നിട്ടുള്ള വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഡെലിവറി ചെയ്തു. ഇപ്പോൾ ഒരു പാച്ച് വർക്കിലുള്ള ഒരു ഇന്നോവ മാത്രമാണ് ഇപ്പോൾ ഒരു 3 മാസത്തേക്ക് കയറി നിൽക്കുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത്. ബാക്കി എല്ലാ വണ്ടികളും നമ്മൾക്ക് 3 മാസം 4 മാസത്തെ ഗ്യാപ്പിലുള്ള വണ്ടികൾ എന്ന് പറയാനായിട്ട് വേറെ വണ്ടികളില്ല. പിന്നെ നമ്മൾ CarJJയിലേക്ക് നിങ്ങൾ കോളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ കിട്ടാതെ വരുന്നു, ഒരുപാട് റിങ് ചെയ്തിട്ട് എടുക്കാതെ വരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇത് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു 3 നമ്പർ നിങ്ങളുടെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു 3 നമ്പറിൽ 7907735935 എന്ന നമ്പറിലേക്ക് നിങ്ങൾ അഥവാ കോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചേക്ക്. എൻ്റെ വണ്ടി ഇന്ന വണ്ടിയാണ്, ആ വണ്ടിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ചെറിയ ടൈപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു വോയിസും വിട്ടേക്കാം. നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ നൽകുന്നതാണ്. പിന്നെ 6 മണി 6:30 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 മണി 8 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ചിലപ്പോൾ കോൾ എടുക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. കാരണം ഇവരൊക്കെ നമ്മൾ ഒരു ലേബറായിട്ട് നിർത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തൊന്നും വരില്ല. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വാട്സാപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് എൻ്റെ വണ്ടി ഇന്ന വണ്ടിയാണ്, അപ്പോൾ ഇന്ന വണ്ടി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ട് ചെറിയൊരു ഇത് വിടുകയാണെങ്കിൽ ഞങ്ങൾ അതിനെന്തായാലും റിപ്ലൈ നൽകുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ ഈ ഒരു വർഷം നമ്മളെ കടന്നു പോയത്. അപ്പോൾ പുതിയ വർഷം നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് അപ്ഡേറ്റും കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ജോബ് കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പെയിൻറ്റിങ്ങിൻ്റെ തന്നെ ക്വാളിറ്റി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പെയിൻറ്റിങ് ക്വാളിറ്റി അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നിങ്ങളോട് ഓപ്പണായിട്ട് പറയണം. നമ്മൾ എന്താണ് യൂസ് ചെയ്യണത്, എന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, എന്ത് വരെ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്, എന്ത് മെഷീനറിയാണ് യൂസ് ചെയ്യുന്നത്, എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യണത്, ഇതൊക്കെ നമ്മളെന്തായാലും ഓപ്പണായിട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞ് എന്ത് കാര്യമായാലും എല്ലാം ഓപ്പണായിട്ട് പറഞ്ഞ് ചെയ്യാന്നുള്ള രീതിയിൽ. ചില വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ, പുട്ടിയൊക്കെ ഒരുപാട്, ഇപ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമ്മൾക്കൊരു പ്രോമിസ്ഡ് ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല. അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വണ്ടി കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ വണ്ടി പണി തുടങ്ങുമ്പോൾ ആയിരിക്കും അതിന് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലതൊക്കെ പെയിൻറ്റ് റിമൂവറൊക്കെ ഇട്ടിട്ട് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ലേബറും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. പക്ഷേ കസ്റ്റമർ ഓൾറെഡി റൈറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ വാങ്ങാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യനിഷ്ഠ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പ്രോമിസ്ഡ് ആയിട്ടുള്ള ജോബ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ അടുത്തൊരു നെക്സ്റ്റ് ചെറിയൊരു അതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മൾ CarJJ എന്ന് പറയുന്ന ഒരു ഗ്യാരേജിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് യൂസ് ചെയ്യണത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇവിടുത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞുതരാം. അത് നാളെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വർഷത്തെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് എന്തായാലും അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വർഷത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത് അത്രേ ഉള്ളൂ. ഇത് ഞാൻ ഗ്യാരേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗ്യാരേജിൽ നമ്മുടെ ഈ ഒരു വർഷത്തെ ലാസ്റ്റ് വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 വണ്ടിയാണ്. 2 വണ്ടി ഇത് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. ഇതൊരു ടൈപ്പ് 4 കൺവേർഷൻ, ഫ്രണ്ട് പ്രൊജക്ടർ ബാക്ക് LED ആയിട്ടുള്ള കൺവേർഷൻ, സെയിം അതേപോലെ തന്നെ ഫ്രണ്ട് പ്രൊജക്ടർ ബാക്ക് LED, അതിൽ ബാക്കിൽ വമ്പറിൻ്റെ സ്കർട്ട് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു 2 വണ്ടിയാണ് ഈ വർഷത്തെ ലാസ്റ്റ് വണ്ടികളായിട്ട് നമ്മൾ ഡെലിവറി ചെയ്യാനായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ കസ്റ്റമർ ഈ വണ്ടിയുടെ കസ്റ്റമർ ഇപ്പോൾ വരും, ആ വണ്ടിയുടെ കസ്റ്റമർ 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത്രയ്ക്കുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു. ഗ്യാരേജിൻ്റെയും എൻ്റെയും എല്ലാവരുടെയും പുതുവത്സര ആശംസകൾ നേരുന്നു. അതേപോലെ തന്നെ അടുത്തൊരു വർഷം നമുക്ക് നിങ്ങൾ വാഹനങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയും കോൺടാക്ട് ചെയ്യാം. ഓക്കെ. എന്തെങ്കിലും വിവരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ അയച്ചു തരുന്നതാണ്. കോളിംഗ് സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 9
9 മണി തുടങ്ങി മാക്സിമം 6:30 വരെ കോൾ ചെയ്യാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടില്ലെങ്കിൽ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. ഞാൻ എന്തായാലും എടുക്കും. ഇപ്പോൾ കോൾ സെൻറ്ററിൽ അവർ എടുക്കാൻ വിട്ടുപോയത് അത് അവരുടെ പാർക്കിംഗ് ടൈം കഴിയണ കാരണമായിരിക്കാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ. അടുത്ത വർഷം കാണാം.